നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 289th day. Today 60th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 289 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 60ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 60ാമത്തെ ശ്ലോകം. ഓം തത്സത്. വീണ്ടും തുടരുകയാണ്. ആ സ്ത്രീ, അതായത് ദുന്ദുലി, ഭർത്താവിനോട് പറയുകയാണ്, മത്സ്വസായ പ്രസൂതായ മൃദോ ബാലസ്തു വർത്തതേ, താമാകാര്യ ഗൃഹേ രക്ഷ സാ തേർഭം പോഷയിഷ്യതി. മത്സ്വസായ പ്രസൂതായ മൃദോ ബാലസ്തു വർത്തതേ, താമാകാര്യ ഗൃഹേ രക്ഷ സാ തേർഭം പോഷയിഷ്യതി. ഓം തത്സത്. എൻ്റെ അനുജത്തി ഇപ്പോൾ പ്രസവിച്ചിരിക്കുകയാണ്. അവളുടെ ശിശു മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ കുഞ്ഞിനെ പാലുകൊടുത്ത് രക്ഷിച്ചുകൊള്ളും. അവളെ നമ്മുടെ ഗൃഹത്തിൽ വരുത്തി പാർപ്പിക്കുക. അവൾ അങ്ങയുടെ പുത്രനെ വളർത്തും, അതായത് പാല് നൽകി വളർത്തും. ഭക്ഷണം, തനിക്ക് മുലപ്പാലില്ല, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുലപ്പാൽ കൊടുത്താൽ അത് എപ്പോഴും ലഭിച്ചെന്ന് വരില്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ മുഖവരിയായിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുകയാണ്, എൻ്റെ സ്വന്തം അനുജത്തി ഇപ്പോൾ പ്രസവിച്ചിട്ട് കുഞ്ഞില്ലാതെ ഇരിക്കുകയാണ്. അവളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചാൽ നമ്മുടെ മകനെ, അങ്ങയുടെ മകനെ അവൾ നന്നായി വളർത്തും. പാൽ നൽകി, അവൾ മുലപ്പാൽ നൽകി അവനെ നന്നായി വളർത്താം എന്ന് ആത്മദേവനോട് ദുന്ദുലി പറയുകയാണ്. കഥ എങ്ങനെയെന്ന് വെച്ചാൽ, നാരദാദികൾ ഭക്തി ജ്ഞാന വൈരാഗ്യത്തെ ഉദ്ധരിക്കാൻ മാർഗം കാണാതെ സനകാദികളെ അഭയം തേടുകയും നാരദരും മറ്റുള്ളവരോടും എല്ലാവരും ചേർന്ന് ഒരു സപ്താഹം നടത്തണം. സപ്താഹവേദിയിൽ എല്ലാവരും വന്നു ചേർന്ന് അവിടെ ഭക്തിജ്ഞാന വൈരാഗ്യവും സന്തോഷത്തോടെ എത്തിച്ചേരുന്നു. അവിടെ നിന്നും സനകാദികൾ ഭാഗവത സപ്താഹം ആരംഭിക്കുന്നതിന് മുൻപേ അവിടെ കൂടിയിരിക്കുന്ന മഹത്തുക്കൾക്കും നാരദർക്കും എല്ലാവർക്കുമായി ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുത്തിട്ട് ഒരുവിധം മഹാത്മ്യം ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ആ മാഹാത്മ്യത്തെ എടുത്തു കാണിക്കുവാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥയിലുള്ള ഭാഗമാണ്, ആ കഥയാണ് നാം ഇപ്പോൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കഥയിൽ ആണ് ആത്മദേവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ദുന്ദുലിയും വരുന്നത്. ആത്മദേവൻ സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു സന്യാസിയിൽ നിന്നും ഒരു പഴം കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്ത്, ഭാര്യയ്ക്കാണെങ്കിൽ സന്താനം പ്രസവിച്ചാൽ ഭയങ്കര കഷ്ടമായിരിക്കും എന്ന് പറഞ്ഞ് അവൾ അത് പഴം ഭക്ഷിക്കാതെ പശുവിന് കൊടുക്കുകയും പരീക്ഷണാർത്ഥം പശുവിന് കൊടുക്കുകയും അവളുടെ അനുജത്തിയും അവളും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി അവളുടെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് വളർത്തുന്നതുമൊക്കെയാണ് സന്ദർഭം. അപ്പോൾ അനുജത്തിയെയും കുഞ്ഞിന് പാൽ കൊടുക്കുവാൻ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവൾ ഉണ്ടാക്കുന്ന കഥയാണ്. തനിക്ക് മുലപ്പാലില്ല, അനുജത്തിയെ ഇവിടെ വന്ന് പാർപ്പിച്ചാൽ അവൾ ആ കുഞ്ഞിനെ നന്നായി പാൽ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിനെ വിശ്വസിപ്പിക്കുക. ശ്ലോകം ഒരിക്കൽ കൂടി. മത്സ്വസായ പ്രസൂതായ മൃദോ ബാലസ്തു വർത്തതേ, താമാകാര്യ ഗൃഹേ രക്ഷ സാ തേർഭം പോഷയിഷ്യതി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.